നിങ്ങൾ അവരെ മർദ്ദിച്ചു. നിങ്ങൾക്ക് വേണ്ട മൊഴി അവരെ കൊണ്ടു പറയിപ്പിച്ചു. അല്ല സർ, ഈ പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും മാത്രമാണ് ലോകത്തിൽ സത്യം പറയുന്നവരെന്നാണോ സാർ കരുതിയിരിക്കുന്നത്? ഇതെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ചെറിയ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? അതിന്റെ പേരില് നമ്മളൊക്കെ പേടിച്ച് കടലിന്റെ അടിയിൽ ഒളിക്കാൻ പാടുണ്ടോ? മോളെ, കടലിന്റെ അടിയിൽ ഒളിക്കേണ്ടി വന്നാ കടലിന്റെ അടിയിൽ ഒളിക്കണം. ശത്രു ആയുധവുമായിട്ട് നിൽക്കുമ്പോ ഇതാ എന്റെ തല വെട്ടിക്കോന്ന് പറഞ്ഞ് ചെന്ന് നിന്നു കൊടുക്കാനേ ഇത് സ്വാതന്ത്ര്യ സമരമൊന്നുമല്ല. മോളെ, നീ ഒരുപാട് ധീരതയൊന്നും കാണിക്കില്ലേ. അമൃത മാഡം, ഫിദ മാഡത്തിന്റെ പേടി കണ്ടോ? എനിക്ക് പേടിയുണ്ട്. ഈ ലോകത്ത് നിന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് പേടിയുള്ളൂ, ടെൻഷനും ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഞാൻ സോഫ്റ്റായിട്ട് സംസാരിക്കും. പക്ഷേ ഇവിടെ എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല. അതെന്താ? മോളിങ് വന്നേ. പ്രാർത്ഥിക്ക. എന്റെ കൃഷ്ണ, എന്റെ മോൾക്ക് ആപത്തൊന്നും വരില്ലേ. എന്നും അവളെ ഇതുപോലെ ചിരിച്ചു തന്നെ കാണണേ. എന്തൊക്കെ കാര്യങ്ങളാ മാഡം ഒരേ സമയത്ത് എനിക്ക് ചെയ്തായിരുന്നു? എന്നെ കൊണ്ട് പാട്ട് പഠിക്കുന്നു, എന്നെ ഫേമസ് ആക്കുന്നു, എന്നെ തന്നെ കാത്തു രക്ഷിക്കണമെന്ന് ദൈവത്തിനോട് പറയുന്നു. ലോകത്തിൽ ഒരമ്മയും ചിലപ്പോൾ മക്കളെ ഇതുപോലെ സ്നേഹിക്കില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരുപാട് പരീക്ഷിക്കപ്പെട്ട ജീവിതമാണ്. ഇനിയും മോളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പോയിട്ട് വരാം മാഡം. ഫിദ, ചില ദിവസങ്ങളിൽ കൃഷ്ണന്റെ അടുത്ത് എത്തിയ ഫിദ അവിടുന്ന് മാറുകയില്ല. അതെന്താ ഫിദ, ചില ദിവസങ്ങളിൽ അങ്ങനെ? മനസ്സുകൊണ്ട് എല്ലാ നാളുകളിലും ഉണ്ട്, ചില ദിവസങ്ങളിലേ പ്രത്യക്ഷമായിട്ടുള്ളൂ. കൽപ്പനെ, എന്തോ സംഭവമുണ്ട്. നീ പോയി എല്ലാരും വിളിച്ചോണ്ടോ ചെല്ലേ. ശരി. ഈ വീട്ടിലുള്ളവരെല്ലാം ഒന്ന് വിളിച്ച്. വിളിക്കാൻ പോയിട്ടുണ്ട് സാർ. എന്താ സാർ കാര്യം? കാര്യമുണ്ട്, എല്ലാരും ഒന്ന് വന്നോട്ടെ.
എന്താ സാർ? കുറച്ചു ദിവസം മുമ്പ് വനിതാ കമ്മീഷന്റെ ഉത്തരവിൽ ഞാൻ രണ്ടുപേരെ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നു. പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയെയും. അവരെവിടെ? അവരിവിടെ ഇല്ല. അവര് വീട്ടിലേക്ക് തിരിച്ചു പോയി. അവര് സ്വന്തം ഇഷ്ടത്തിന് പോയതാണോ അതോ നിങ്ങൾ തല്ലി പറഞ്ഞയച്ചതാണോ? നിങ്ങള് വരുണിന്റെ ചെറിയമ്മയല്ലേ? അതെ സാർ. പ്രിയങ്കയും അവരുടെ മുത്തശ്ശിയെയും നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല സാർ, ഞാൻ അവരോട് സ്നേഹമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. നീ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. പക്ഷേ ഈ വീട്ടിൽ ആരോ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, തല്ലി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതാരാ? ചോദിച്ചത് കേട്ടില്ലേ? അവരെ അടിച്ചത് ഞാനാ സർ. നിങ്ങളാരാ? കോടതിയോ അതോ പോലീസോ? രണ്ടുമല്ല സർ. ഞാൻ ഈ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ഒരു അംഗമാ. എന്റെ കുടുംബത്തിനെ ഒരാൾ ചതിച്ചു എന്ന് തോന്നിയാ ചിലപ്പോ ഞാനത് ചോദിക്കും. സാർ, സാറിനോട് അവര് പറഞ്ഞതൊക്കെ കള്ളമാണ്. ആദ്യം പ്രിയങ്ക ഗർഭിണിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അത് തെറ്റാണെന്ന് സാറിന് തന്നെ അറിയാലോ. പിന്നെ പ്രിയങ്കയ്ക്ക് ബുദ്ധിയില്ലാന്ന് പറഞ്ഞു. അതും അവൾ അഭിനയിക്കാന്ന് പറഞ്ഞു പോകുന്നതിന് മുൻപ്. നിങ്ങൾ പറയിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന ഒരു പ്രതിയെ നിരന്തരം ഞങ്ങൾ മർദ്ദിക്കാൻ പോലീസുകാർ തീരുമാനിച്ച ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തോ അത് തന്നെ അവർ പറയും. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും ഈ കുടുംബത്തിൽ നിന്ന് പോകേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരെ മർദ്ദിച്ചു. നിങ്ങൾക്ക് വേണ്ട മൊഴി അവരെ കൊണ്ട് പറയിപ്പിച്ചു. അല്ല സർ, ഈ പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും മാത്രമാണ് ലോകത്തിൽ സത്യം പറയുന്നവരെന്നാണോ സാർ കരുതിയിരിക്കുന്നത്? സാറിനെ പോലെ ഒരു വലിയ ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും ഒരാൾ കള്ളം പറഞ്ഞു പറ്റിച്ച അവർക്കെതിരെ നടപടിയെടുക്കുകയല്ലേ സാർ ചെയ്യേണ്ടത്? ഞാനേ ആർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. കണിമംഗലം കുടുംബത്തിലെ മുതിർന്ന അംഗമായിരിക്കും നിങ്ങള്. പക്ഷേ ആഭ്യന്തര വകുപ്പില് കണിമംഗലം കുടുംബത്തിന് വലിയ സ്ഥാനമൊന്നുമില്ലല്ലോ. പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും എനിക്കൊരു പരാതി തന്നിട്ടുണ്ട്. വകുപ്പ് ഗാർഹിക പീഡന